ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാൻ നിങ്ങളുടെ ഷെഫ് കാർത്തിക്. ഇന്ന് നമ്മളുടെ ഓണം സദ്യ സീരീസിനകത്ത് നമ്മളുടെ 10ാമത്തെ റെസിപ്പിയാണ് ഓളൻ. ആദ്യം ഈ ഔട്ടർ ലെയർ ഉണ്ടല്ലോ, ആ തൊലി ഒന്ന് പീൽ ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് ബാക്കിയൊക്കെ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യാം. നമ്മുടെ തൊലിയൊക്കെ പീലായിട്ടുണ്ട്. ഇപ്പം ഇനി കട്ട് ചെയ്യാൻ തുടങ്ങാം. ഇരു പീസിലായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഓളന്നെ ഈ സൈസിൽ നമുക്ക് കട്ട് ചെയ്യാം. നമ്മുടെ ഓളന്നെ വൈറ്റ് പംകിൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു പച്ചമുളക് ജസ്റ്റ് ഒന്ന് നടുക്ക് ഒന്ന് കീറാം. പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി കൂടി വേണം. ഇഞ്ചി നമുക്കൊന്ന് തിക്കായിട്ട് ജൂലിയൻ ചെയ്യാം. നല്ല തിക്കായിട്ടാണ് ഇഞ്ചി ജൂലിയൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പം പാചകത്തിലോട്ട് കിടക്കാം. നമുക്ക് ഓളിന് വേണ്ടി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വൈറ്റ് പംകിൻ, ഒരു പീസ് പച്ചമുളക്, ശകലം ഇഞ്ചി, കറിവേപ്പില, വേവിക്കാന്നുള്ള വെള്ളം, പിന്നെ ഇതിനകത്ത് ഞാൻ കുറച്ച് 2 തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ശരിക്കും സദ്യയിലുള്ള ഓളനകത്ത് നമ്മൾ ഉപ്പിടത്തില്ല. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിട്ടാൽ മതി. നമുക്കിതൊന്ന് കത്തിച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കാം. അടച്ച് വെച്ച് 5 മിനിറ്റായി. ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ കഷ്ണങ്ങളും വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്ത് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന വൻപയറുണ്ടല്ലോ, ശകലം ഇട്ട് കൊടുക്കാം. ഞാൻ ഈ വൻപയർ തലേദിവസം തന്നെ സോക്ക് ചെയ്തിട്ട് ഏകദേശം ഒരു 3 വിസിലടിച്ചു. ഒരു വിസിൽ ഹൈ ഫയറിനകത്തും ബാക്കി 2 വിസിൽ ലോ ഫയറിനകത്തും. പിന്നെ പ്രഷർ തന്നേ പോകുന്നവരെ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാനിത് തുറന്നത്. അപ്പോൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാം റെഡിയാണ്. ഞാൻ ഫയർ വളരെ സ്ലോ ആക്കിയിട്ടുണ്ട്. ഈ സമയത്ത് 1 തേങ്ങാപ്പാൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിതിന് അരമുറി തേങ്ങയാണ് യൂസ് ചെയ്തേക്കുന്നത് തേങ്ങാപ്പാൽ എടുക്കാൻ. ഒരു മീഡിയം ഫയറിൽ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സെറ്റാക്കി എടുക്കാം. നമ്മളുടെ ഓളൻ റെഡി ആയിട്ടുണ്ട്, തിക്കായിട്ടുണ്ട്. ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ സദ്യക്കകത്ത് ഓളനകത്ത് ഉപ്പിടില്ല. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തൊടുകറിയിൽ വയ്ക്കുമ്പോഴത്തേക്ക് ബാക്കിയുള്ള കറികളുടെ ടേസ്റ്റ് അറിയണമെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഓളൻ ഒന്ന് ടേസ്റ്റ് ചെയ്യും, എന്നിട്ട് ബാക്കി കറികൾ ടേസ്റ്റ് ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ഇത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി കറികൾ ടേസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ബാക്കി കറികളുടെ ടേസ്റ്റ് നന്നായിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സദ്യ ഓളനകത്ത് ഉപ്പിടാറില്ല. നമ്മുടെ ഓളൻ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി പച്ച വെളിച്ചെണ്ണ, ശകലം കറിവേപ്പില. നമ്മളുടെ ഓണം സദ്യ സീരീസിനകത്ത് നമ്മളുടെ 10ാമത്തെ റെസിപ്പിയാണ് ഓളൻ. അതും റെഡി ആയിട്ടുണ്ട്. ബാക്കി റെസിപ്പീസ് കാണാത്തവർ ഒന്ന് പോയി കാണുക. നമുക്കൊരു കണ്ടിന്യൂഷൻ കിട്ടും നമ്മുടെ ഓണം സദ്യ സീരീസിനകത്ത്. താങ്ക് യു സോ മച്ച്.